Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. റവറൻ ലിനു ജോർജ്, വൈസ് പ്രസിഡന്റ്, മാർത്തോമ യുവജന സഖ്യം, കോട്ടയം. റവറൻ ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്ന വിഷയം ക്രമരാഹിത്യം അഥവാ ഡിസ്ഓർഡർ. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എല്ലാറ്റിനും ഒരു ഓർഡർ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. എല്ലാം ക്രമമായിട്ടാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പലരും പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ പരാതിപ്പെടുന്ന ഒരു കാര്യം, ഇന്ന് പ്രകൃതി ആകെ മാറിയിരിക്കുന്നു, മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, വെയിലുണ്ടാകേണ്ട സമയത്ത് വെയിലുണ്ടാകുന്നില്ല, എല്ലാം ഒരു ഡിസോർഡറിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നിനും ഒരു ക്രമമില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വറീഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒരു ക്രമമുണ്ട്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ് ആ ക്രമമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരോഗ്യമുള്ള വ്യക്തികളായി വളർന്നു വരുന്നത്. എന്നാൽ ആ ക്രമങ്ങളും ഇന്ന് പലപ്പോഴും തെറ്റിപ്പോവുകയാണ്. അങ്ങനെ തെറ്റിക്കഴിയുമ്പോൾ നമ്മളിൽ പല രീതിയിലുള്ള ഡിസ്ഓർഡറുകൾ ഉണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണ നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുന്നത്, പകലൊക്കെ ജോലി ചെയ്യും, ജോലി ചെയ്തതിന് ശേഷം സന്ധ്യയ്ക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10 മണിയോടുകൂടി ചിലർ കിടന്ന് ഉറങ്ങും, ചിലർ 10:30 വരെ ഇരിക്കും, ചിലർ 11 ആകും. അത് കഴിഞ്ഞ് അവർ കിടക്കും. രാവിലെ ചിലർ 5 മണിക്ക് എണീക്കും, ചിലർ 6 മണിക്ക് എണീക്കും, ചിലർ 6:30-ക്ക് എണീക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു ക്രമമായിട്ട് കണ്ടിരുന്ന സംഗതിയാണ്. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന തലമുറ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്രമമാണ് ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവർ രാത്രി മുഴുവനും ഇരുന്ന് ജോലി ചെയ്യുന്നവരാ. അത് പഠിക്കാനുണ്ടെന്ന് വരികയിലും പഠിക്കുന്നതിന് വെളുപ്പിന് 3 മണി വരെയൊക്കെ ചിലതിന് പഠിക്കും. അപ്പോൾ സന്ധ്യ മുതൽ വെളുക്കിന് 3 മണി അല്ലെ 4 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് അവർ കിടക്കാൻ പോകുന്നത് 4 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ എണീറ്റ് വരുന്നത് രാവിലെ 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ ഇന്ന് ഫോളോ ചെയ്യുന്നൊരു പാറ്റേണായത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും, അതിനെന്താ കുഴപ്പം? അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? പണ്ട് നിങ്ങളൊക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരുന്നു, ഇന്ന് ഞങ്ങൾ മറ്റൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. മറ്റു ചിലർ ഭക്ഷണത്തിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് ടീ, വൈകിട്ട് ഡിന്നർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു സാധാരണ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ലഞ്ചെന്നോ ഡിന്നറെന്നോ ഉള്ളൊരു സമയഭേദമൊന്നുമില്ല. അവർക്ക് കിട്ടുമ്പോൾ കിട്ടുന്നത് കഴിക്കും,
മിക്കവാറും വിശപ്പ് തോന്നാതിരിക്കുന്നതാണ് കൂടുതലായിട്ടുള്ളത്. വിശപ്പ് ഉണ്ടാകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കും. അത് ഏത് സമയത്താണ്, ഏത് മിനിറ്റിലാണ്, ഏത് മണിക്കൂറിലാണ്, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് എന്നാ കുഴപ്പം? കഴിക്കേണ്ടപ്പോൾ കഴിക്കത്തില്ല, കിട്ടുമ്പോൾ കഴിക്കും. അതിനെന്നാ കുഴപ്പം? ഇത് വല്ല ഡിസോർഡറിലേക്ക് നയിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പല ആളുകളുടെയും മനസ്സിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡിസോർഡർ നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ എന്തൊക്കെ തകരാറുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഇപ്പം നിങ്ങളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാ. നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺസെൻട്രേഷന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ജീവിത ബന്ധങ്ങളുമായിട്ടുള്ള ശിഥിലമായി പോയിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നേ? എല്ലാരും അങ്ങ് സെൽഫിഷ് ആയി പോവുക, അവനവന്റെ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ആകുന്നു എന്ന് പറയാനുള്ള കാരണം എന്നാ? സ്വന്തമായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയും സ്വന്തം ലോകത്ത് ജീവിക്കുകയും. അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഇപ്പോൾ സെൽഫിഷ് ആയിട്ട് അങ്ങ് മാറുക എന്നാ പറയുന്നത്. സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഈ ഇന്നത്തെ യുവതലമുറയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അങ്ങനെ ആകുന്നുണ്ട് യുവതലമുറ. അതെന്തോ ഒന്ന് വിശദീകരിച്ച് പറയാമോ? വിശദീകരിച്ച് പറയാമെന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ പഠിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നും അവരുടെ വീട്ടിൽ ഒരു ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിയൻ, ആ ഒരു കുടുംബമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം കുറഞ്ഞു വരുന്നു. അവരുടെ സ്വന്തമായ ലോകത്തിലേക്ക് അവർ മാറുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായവും എക്സ്പീരിയൻസും എല്ലാം പലരുടെ അടുത്ത്. അപ്പോൾ മറ്റൊരു രീതി ഞാൻ ചോദിക്കട്ടെ, ഈ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ഉണരേണ്ട സമയത്ത് ഉണരുകയും ചെയ്യാത്തപ്പോൾ വീട്ടിലുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ തകരാറുണ്ടാകുന്നു എന്നുള്ളതാണോ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചു. കാരണം ചില വീടുകളിൽ പണ്ടൊക്കെ കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഉറക്കത്തിന്റെ പ്രശ്നം വരികയും അല്ലെങ്കിൽ അവര് വേറൊരു കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആവുകയും ചെയ്യുമ്പോഴത്തേനും അത് നടക്കാതെ വരുന്നു. അപ്പൊ ചിലപ്പോൾ പ്രാർത്ഥിക്കാനെങ്കിലും ഒന്നിച്ച് വരുമ്പോഴത്തേനും ഒരു ഫെലോഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം നഷ്ടപ്പെട്ടു വരുന്നു. അപ്പം സ്വന്തമായിട്ടൊരു ജീവിതത്തിലേക്ക് ഒരു സെൽഫിഷ്നെസ് അത് യൂത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അത് ഈ ഡിസോർഡർ വരുന്നോണ്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ യുവാക്കൾക്ക് പലരും ഇന്ന് സെൽഫിഷ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് നിങ്ങൾ എഗ്രി ചെയ്യുന്ന സംഗതിയാണോ? അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇദ്ദേഹം എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയാമോ? ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ചേറെ സെൽഫിഷ് ആവും. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ രാത്രി കൂടുതൽ പഠിക്കാൻ ഇരിക്കുന്ന ആളാണ്. അപ്പം രാത്രി 10 മണിക്ക് ശേഷമായിരിക്കും ഞാൻ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എത്ര മണി വരെ ഇരുന്ന് പഠിക്കും? അത് സാധാരണ ഒരു 1:30-2 മണി വരെ പഠിക്കും. ഞാൻ രാത്രിയിൽ മാത്രമേ സാറിന് ഇരിക്കത്തുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. കാരണം ഞാൻ രാത്രി ഇരിക്കും. അപ്പം അതുപോലെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻറ് അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചി രാത്രി അധികം ലൈറ്റ് കാണുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മച്ചി രാത്രി എന്നെ ചോദിക്കും, എന്നാ കാര്യം എന്നെ അവിടെ ലൈറ്റ് ഇട്ടേക്കുന്നൊക്കെ ചോദിക്കും. സാധാരണ ഇതിൽ അമ്മച്ചിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ രാത്രി ലൈറ്റ് ഇട്ടായിരിക്കും പഠിക്കുന്നത്. ആ കാര്യം അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മച്ചിക്ക് ഉറക്കത്തെ അത് ബാധിക്കുന്നുണ്ട്. ശേഷം ഞാൻ രാവിലെ എനിക്ക് ഒത്തിരി ലേറ്റ് ആവും. ഇപ്പം 9:30 കോളേജിൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 8 മണിയാതെ ഞാൻ എണീക്കത്തില്ല. എൻ്റെ ഒരു സമയം അങ്ങനെയാണ്. ഞാൻ രാത്രി കിടന്നിട്ട് എണീറ്റ് വരുന്ന ഒരു സമയം അതാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ചോദിക്കാൻ നിൽക്കുന്നത്? ഇത് എൻ്റെ കാര്യമാണ്. ഞാൻ എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന സമയത്ത് ഞാനിന്ന് പഠിക്കും. പക്ഷേ അതുമൂലം അവർക്കുണ്ടാകുന്ന പ്രശ്നം മീൻസ്, ഞങ്ങൾ ഇപ്പം രാവിലെ ഞാൻ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് അവരെല്ലാവരും കഴിച്ചിട്ട് പോകും. ഞാൻ തന്നെ ആയിരിക്കും ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നൽ തന്നെ ചില സമയത്ത് ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ സെൽഫിഷ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഞാനൊരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ആ വീടിൻ്റെ തന്നെ ഓർഡറിൽ മാറ്റം ഉണ്ടാകുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഫാക്ട് അംഗീകരിക്കുന്നു. ഞാൻ എൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഓർഡർ മാറി. ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ടും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ എല്ലാ ക്രമീകരണത്തിനകത്തും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ടോ, ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്നു, വീട്ടിലുള്ളവർ അഡ്ജസ്റ്റഡ് ആകുന്നില്ല. അപ്പോൾ വീട്ടിലുള്ളവരുടെ ജോലി ഉത്തരവാദിത്വം എന്തുവാ ഒന്ന് പറഞ്ഞാട്ടെ. ഇദ്ദേഹം പറഞ്ഞു വീട്ടിലുള്ളവരുടെ ഉത്തരവാദിത്വം എന്നാ ഒന്ന് പറഞ്ഞേ. എന്നെ സംബന്ധിച്ചിടത്തോളം സെയിം രീതിയാണ്. രാത്രിയിലാണ് ഞാനും പഠിക്കാനിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മിക്കവാറും പേരെല്ലാം ഈ രാത്രിയിൽ ഉറങ്ങുന്നവരല്ല ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേരല്ലേ. വെളുപ്പിനെ എഴുന്നേൽക്കുന്നവർ കുറവാ. മിക്കവാറും ഒക്കെ രാത്രിയിൽ ഇരുന്ന് പഠിക്കുക, അവരുടെ ജോലി ചെയ്തിട്ട്
ഒരുപാട് താമസം എഴുന്നേക്കുന്നവർ 8 മണി 9 മണിയൊക്കെ എഴുന്നേക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആവുമെന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡി അതിനോട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവണമെന്നില്ല. നമ്മുടെ മെന്റലി നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവുമായിരിക്കാം, പക്ഷെ നമ്മുടെ ബോഡി ഒരിക്കലും അഡ്ജസ്റ്റ് ആവത്തില്ല. പഴയ ഒരു ഓർഡറിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുമ്പോൾ പിന്നെ മറ്റൊരു ഓർഡറിലേക്ക് നമ്മൾ അങ്ങ് വരികയില്ലയോ? അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? അത് കൂടുതൽ രോഗങ്ങൾ കാരണമാക്കാൻ സാധ്യതയുണ്ട്. രോഗം വല്ലതും ഉണ്ടോ? എനിക്ക് എന്റെ കൺസെപ്റ്റ് എനിക്ക് മറവി കൂടുതലാണ്. രാത്രിയിൽ ഇരുന്ന് ഞാൻ കൂടുതൽ സമയം ഉണർന്നിരുന്ന് പഠിക്കുന്നത്, എനിക്ക് ഉറക്കമില്ല. രാവിലെ 10 മണിയാകുമ്പോൾ എണീക്കുന്നു. അപ്പോൾ എനിക്ക് പലതും ഓർക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപാട് ദോഷം ചെയ്യും, നമ്മളെ തന്നെ ദോഷം ചെയ്യും. പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ അഡ്ജസ്റ്റ് ആവുന്നു എന്നൊരു കൺസെപ്റ്റ് വരുന്നോണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ചേഞ്ച് ആവാനായിട്ട് നമുക്ക് തന്നെ. ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിക്കാം. ഈ നമ്മുടെ തലച്ചോറ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത്, ആക്റ്റീവായിട്ടിരിക്കുന്നത് വെളുപ്പാൻ കാലത്താണ്. ഒരു 3 മണി 4 മണി തൊട്ട് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ഫുൾ പവറിലായിരിക്കും, ആക്റ്റീവായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പഠിച്ചാൽ അത് തലച്ചോറിൽ ശരിക്ക് രജിസ്റ്റർ ചെയ്യും. ആ സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ തലച്ചോറിൻ്റെ ഫങ്ഷനിങ്ങിനെയും അത് ബാധിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു സംശയം ചോദിച്ചോളൂ. ഇപ്പോൾ ഈ 3 മണിക്ക് 4 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണോ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, അതോ ഉറങ്ങാതെ ഇരുന്നാലും ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും? ഇല്ല, ഉറങ്ങണം. ഉറങ്ങിയെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മൾ മിനിമം 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ നമ്മുടെ സെല്ലുകളുണ്ടല്ലോ, ആ സെല്ലുകളൊക്കെ റീചാർജ് ചെയ്യപ്പെടുക. ഇത് റീചാർജ് ചെയ്യുന്നില്ല എങ്കിൽ ചാർജ് ഇല്ലാത്ത ബാറ്ററി പോലെയാകും നമ്മൾ. അപ്പോൾ പിന്നീട് മുമ്പേ പറഞ്ഞ ഓർമ്മശക്തി ഇല്ലായ്മ, മറവി, ക്ഷീണം, ഇങ്ങനെയുള്ള പല സംഗതികൾ അതിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരും, എന്നാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മിനിമം 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, ക്രമമായിട്ട് തുടർച്ചയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് എണീച്ച് 1 മണിക്കൂർ പഠിക്കും, പിന്നെ കിടന്നുറങ്ങുന്നത്, അതിനെക്കുറിച്ചല്ല പറയും. 6 മണിക്കൂർ ഉറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം റീചാർജ് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെ റീചാർജ് ചെയ്യുന്നവൻ്റെ ബ്രെയിന് മാത്രമേ ആ ഒരു പവർ ആ സമയത്ത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 6 മണിക്കൂർ എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ മതിയോ, അതോ എപ്പോഴെങ്കിലും ഉറങ്ങാൻ? അതിന് ഒരു ക്രമമുണ്ട്. ഈ ക്രമം അനുസരിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം അതിനോട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ല എപ്പോഴെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഭക്ഷണം എന്ന് പറയുന്ന ഇപ്പം ഈ ഉറക്കം പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യവും പറഞ്ഞു, അത് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് എടുക്കാം. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ഒരു സമയമുണ്ട്. കാരണം നമ്മുടെ ബോഡിയുടെ ഒരു നീഡുണ്ട്. ബോഡി നമുക്ക് വിശപ്പ് തരുന്നത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തരുന്നത്. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അതാണ് നമ്മൾ ക്രമമായിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, 4 മണിക്ക്, വൈകിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ക്രമം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല എപ്പോഴെങ്കിലും ഞാൻ കഴിച്ചാൽ പോരെ, ഞാൻ 3 നേരം കഴിക്കേണ്ടതിന് പകരം 3 നേരത്തെയും കൂടെ 1 നേരം കഴിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ക്രമത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അച്ഛാ, ഈ ക്രമരഹിതമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ എടുത്തു പറഞ്ഞ 2 മേഖലയുണ്ട്. ഒന്ന് അവരുടെ ഉറക്കം, 2 അവരുടെ ഭക്ഷണം. ഈ 2 കാര്യങ്ങളിലും പഴയ ആ ക്രമം ഇപ്പോൾ മിക്കവാറും പേർക്ക് തെറ്റിയിരിക്കുന്നു. അച്ഛൻ ഈ കുടുംബങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ആളാണല്ലോ, ഇങ്ങനെ ഈ യൂത്തുമായിട്ടുമൊക്കെ മിങ്കിൾ ചെയ്ത് ഇടപെടുന്ന ആളാണല്ലോ. ഇതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഈ ക്രമരാഹിത്യം യുവജനങ്ങളിൽ ഇന്ന് കാണുന്നത് എന്തെങ്കിലും അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പറയാമോ? തീർച്ചയായും. അതിന് താളത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. ആ ഒരു താളം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതികരണങ്ങൾ ഇന്ന് ജീവിതങ്ങളിൽ കാണാറുണ്ട്.
ഇന്ന് യുവജനങ്ങളായിരിക്കുന്നവരാണല്ലോ നാളത്തെ പൗരന്മാരും മുതിർന്നവരുമായി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു താളം തെറ്റലിൻ്റെ സാധ്യതകൾ നാം കാണുന്നുവെങ്കിൽ അത് നാളത്തെ സമൂഹത്തിൻ്റെ വലിയ അപകടങ്ങളിലേക്കാണ് അത് നയിക്കുന്നത്. ഏതൊക്കെ മേഖലകളിൽ ആ താളം തെറ്റൽ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ളതൊന്ന് എടുത്തു പറയാമോ? ചെറിയ ഒരു ഉദാഹരണം നാം നോക്കുകയാണെങ്കിൽ നാം അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഇന്ന് പൊതുവെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട്, വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടി വി കൂടെ ആസ്വദിച്ചാണ്, ടി വിയിൽ കാണുന്ന പ്രോഗ്രാംസ് കൂടെ ആസ്വദിച്ചാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഭക്ഷണത്തിൽ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അതിനൊപ്പം തന്നെ ടി വിയിൽ കാണുന്ന പ്രോഗ്രാം എന്താണ് എന്ന് ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും പറ്റുന്നില്ല. അതുകൊണ്ട് അതുതന്നെ ചെറിയ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ജീവിതത്തിൻ്റെ താളം തെറ്റലിൻ്റെ ചെറിയൊരു ഉദാഹരണം. ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചി, അതിൻ്റെ എരിവും പുളിയും ഒക്കെ അറിഞ്ഞ് അത് ഭക്ഷിക്കാൻ സാധിക്കും. ഞാൻ എത്ര ഭക്ഷിക്കുന്നു എന്ന് അറിയാൻ സാധിക്കും. ഇതൊന്നും അറിയാത്ത ഒരു രീതിയിലേക്ക് ഇന്ന് ആ ശൈലി, ഭക്ഷണം കഴിക്കുന്ന ചെറിയൊരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ ഒരു രീതി മാറുകയാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും പുളിയും എരിവും അറിഞ്ഞില്ലെങ്കിലും ഇതെൻ്റെ ഉള്ളിലോട്ടല്ലയോ ചെല്ലുന്നേ, അത് ചെന്നാൽ പോരെ. ഉള്ളിലേക്കാണ് ചെല്ലുന്നതെങ്കിലും അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എനിക്കത് കൂടുതൽ പ്രയോജനം ചെയ്യും. അത് എനിക്ക് എനർജി നൽകും. എനിക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചല്ലോ എന്നുള്ള വലിയ സംതൃപ്തി നൽകും. അത് വളരെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും മേഖലകളിൽ ഈ ക്രമരാഹിത്യം അച്ഛന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുവാക്കള് മൊബൈൽ ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തിന് മുൻപ് മൊബൈൽ ഒട്ടും തന്നെ സമൂഹത്തിൽ കോമൺ അല്ലായിരുന്നു. ഇന്ന് പക്ഷേ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി, ഒരു അവയവമായിട്ട് തന്നെ ഇന്ന് മൊബൈൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടുമ്പോൾ അവർ മൊബൈലിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് SMS വന്നോ എന്ന് നോക്കും. ഇന്നിപ്പോൾ SMS ട്രെൻഡ് കഴിഞ്ഞു. അപ്പോൾ വാട്സപ്പിലാണ് കൂടുതൽ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് അയക്കുന്നതാകാം, സുഹൃത്തുക്കൾ അയക്കുന്നതാകാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വാട്സപ്പ് നോക്കുന്നു. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നു. നമ്മൾ നോക്കുമ്പോൾ വളരെ കംഫർട്ടബിളാണ്, വളരെ സൗകര്യമാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ റേഡിയേഷൻ ഒരു വശത്ത്, മറുവശത്ത് എത്രത്തോളം സമയം ഞാൻ ഈ മൊബൈൽ എന്ന ഗാഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നു, എൻ്റെ ശ്രദ്ധ ഞാൻ എത്രത്തോളം അതിലേക്ക് കൊടുക്കുന്നു. ഞാൻ മൊബൈലിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്താകാം എന്നെ വീട്ടിൽ ഒരാളെ വിളിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ റോഡിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ റോഡിൽ നിന്ന് മൊബൈലിൽ സംസാരിക്കുന്നു, അധികമായിട്ട് അതിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുന്നു. റോഡ് മുറിച്ച് കടക്കുമ്പോൾ തന്നെ വലിയ അപകടങ്ങളുണ്ടാകും. അച്ഛൻ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ടതായുള്ള ചില വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളിലേക്കാണ് അച്ഛൻ വിരലോന്നുന്നത്. അച്ഛനിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ ഭക്ഷണം കഴിക്കുന്ന ഉടനെ TV കാണുന്നത്, അല്ലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എന്നെ കുഴപ്പം. മനഃപൂർവ്വമായിട്ട് ഇപ്പോഴത്തെ യുവജനങ്ങൾ ഈ ലൈഫ് ഡിസോർഡർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് ഡേ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവര് രാവിലെ കിടന്നുറങ്ങിയേ പറ്റൂ, അല്ലാതെ രാത്രി തന്നെ ഉറങ്ങണം എന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം ഇന്ന് പല MNCകളുടെയും ഹൈ ഒഫീഷ്യൽസുമായിട്ട് നമുക്ക് വീഡിയോ കോളും ചാറ്റും ചെയ്യണമെങ്കിൽ അത് രാത്രിയിലേ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ക്രമം നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കുന്നതല്ല. ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന രീതി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അത് തെറ്റുന്നത്. അല്ല യുവജനങ്ങൾ മനഃപൂർവ്വം ഇതൊരു ഡിസോർഡർ ആക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഡിസോർഡറിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്ന സംഗതിയൊന്നുമല്ല. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ഒരാൾ നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് വയ്ക്കുക, രാത്രി മുഴുവൻ ജോലി ചെയ്യും. ആളിന് രാവിലെ അല്ല വന്ന് കിടന്നുറങ്ങാൻ ഒക്കത്തുള്ളൂ. രാവിലെ ഉറങ്ങിയേ പറ്റൂ, ആരോഗ്യത്തിനനുസരിച്ച്. അല്ല ഇപ്പം രാത്രി നമുക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുകയില്ല. നമ്മുടെ ജോലി, നമുക്ക് നൈറ്റ് ആണ് ജോലിയുള്ളത്. അപ്പം നമ്മളിപ്പം നൈറ്റ് നമ്മൾ ജോലി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, രാത്രി മുഴുവനും ജോലി ചെയ്യുന്ന ആള് പകൽ കിടന്ന് ഉറങ്ങണം. അതപ്പോൾ അത് ഒരു ഓർഡറിലേക്കാണ് വരുന്നേ. എന്നാൽ രാത്രി മുഴുവൻ ഉണർന്നിരുന്നതിന് ശേഷം പകലും കൂടെ ഉണർന്നിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും 1 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നത്,
അതൊരു ഡിസോർഡറാണ്. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ആ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഇന്ന് രാവിലെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം നൈറ്റിലായിരിക്കും ചെയ്യുന്നത്. അപ്പോഴും അവിടെ ഓർഡർ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സാധാരണഗതിയിൽ ഷിഫ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാറത്തില്ല. ഷിഫ്റ്റ് മാറുന്നത് ഒന്നുകിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെയാണ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതും ഇത് ഉദ്ദേശിച്ച ഈ ഓർഡർ വലിയ ഡിസോർഡർ ഉണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാ ദിവസവും ഓൾട്ടർനേറ്റ് ഡേയിൽ ഈ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാത്തതിന്റെ കാരണം അതാ. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാണല്ലോ. അച്ഛൻ ഈ ഓർഡറിന്റെ കാര്യം പറയുന്നു. ഇന്ന് നമ്മൾ സാധാരണ കുടുംബങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ എടുത്തു നോക്കിയാൽ പണ്ട് 7 മണിക്കും 8 മണിക്കും ഓഫ് ആകുന്ന ലൈറ്റുകൾ ഇന്ന് 12 മണി വരെ തുടർന്നേ പറ്റുള്ളൂ. അതായത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. ജോലിക്ക് പോയിട്ട് വരുന്നവരാ. പണ്ട് നമ്മുടെ സ്വന്തം പറമ്പിൽ പണിയെടുത്ത് വരുന്നത്. അപ്പം ഓർഡർ നമ്മൾ പൂർവീകരി ചെയ്തു വന്ന അതേപടി നമ്മൾ പിന്തുടരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് നടക്കുന്ന കാര്യമല്ല. എന്ന് വെച്ച് അതെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലോട്ടും യുവാക്കളെല്ലാം ഡിസോർഡറിലാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രയോ നമ്മൾ ഗ്രാമപ്രദേശങ്ങളെല്ലാം എടുത്താലും ഒരു 11 മണി കഴിയാതെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന വീടുകളില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം യുവാക്കളെ വിലയിരുത്താൻ. എല്ലാവരും ഡിസോർഡറല്ല, മൊബൈൽ യൂസ് ചെയ്യുന്നവരെല്ലാം ഡിസോർഡറാ, അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതന്നെ തെറ്റാണ്. നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ യുവാക്കളെല്ലാം പറയുന്നുണ്ട്. ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി 6 മണി 7 മണി വരെ ആയിരിക്കും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ട് വീട്ടിൽ വരുന്നത്. കുളിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മൾ നമ്മുടെ ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നു. അത് ചിലപ്പോൾ 11 മണിയും 12 മണി വരെ പിന്നെ ആയിരിക്കും ചിലപ്പോൾ മൊബൈൽ നോക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം തെറ്റുകളോ അതൊന്നും ഡിസോർഡറിലായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വൈകിട്ട് 8 മണിക്ക് കിടക്കണം, രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം. പ്രായോഗികമായി ഇന്നത്തെ കാലത്ത് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാത്തവരെല്ലാം തെറ്റുകാരാണെന്നോ അവർ വൈകിട്ടിരുന്ന് ചെയ്യുന്നതെല്ലാം തെറ്റുകളാണെന്നോ നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഓർഡറുകൾ ഇന്ന് ഡിസോർഡറും ഇന്നുള്ള ആ ഡിസോർഡർ ഓർഡറുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പണ്ടത്തെ ആ ഒരു രീതി ഇന്ന് നമുക്ക് അതേപടി ഫോളോ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. സാഹചര്യം മാറുകയാണ്, നമ്മുടെ ജോലി സമയങ്ങൾ മാറുകയാണ്, ചുറ്റുപാടുകൾ മാറുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ചില ഓർഡറുകളിലും മാറ്റം ഉണ്ടാക്കണം. അതത്ര ഒരു വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ല എന്ന് അദ്ദേഹം പറയും. ഇത് എന്തോ പറയാനായിട്ട് മുമ്പ് എത്തുണിഞ്ഞല്ല പറയാം. നമ്മൾ ഒരിക്കലും ഈ മൊബൈൽ ഫോണിനെ നെഗറ്റീവായിട്ട് മാത്രം കാണരുത്. കാരണം ഞാനിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കാരണം ഞങ്ങൾ NSSൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇൻ കേസ് ഞങ്ങളുടെ കോളേജിൽ തന്നെ NSSന് ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ഇപ്പോൾ ഇൻ കേസ് ഒരു എമർജൻസി വരികയാണെങ്കിൽ ഞങ്ങൾ അത് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഏകദേശം ഇപ്പോൾ കുറച്ച് പേര് അറിയുന്നില്ലെങ്കിൽ തന്നെയും അത് നോക്കുന്നവർ കുറച്ച് പേര് അത് അറിയുകയും ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുകയും ആ എമർജൻസി ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് നമുക്ക് ബ്ലഡ് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ നെഗറ്റീവ് സൈഡ് മാത്രം ഒന്നിൻ്റെ നോക്കരുത്, അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും കൂടെ നമ്മൾ സംശീകരിച്ചെടുക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. മൊബൈൽ ഫോണ് അപ്പാടെ നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു സംഗതിയല്ല. ഇത് നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒരു ഉപകരണമാണ്. ഒരുപാട് നമുക്ക് ഇന്നത്തെ കാലത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് വശം എടുത്ത് പറഞ്ഞ് ഈ പോസിറ്റീവിനെ തള്ളിക്കളയരുത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ്. എല്ലാറ്റിനും അതിൻ്റെ ഒരു ഗുണവുമുണ്ട്, അതിൻ്റെതായ ഒരു ദോഷവുമുണ്ട്. ദോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിക്കാത്ത സമയത്താണ്. ഈ വസ്തുത നമ്മളെ ഭരിക്കുമ്പോൾ അതൊരു ഡിസോർഡറായിട്ട് നമ്മളിൽ മാറും. ഈ വസ്തുതയെ നമ്മൾ ഭരിക്കുമ്പോൾ അതൊരു ഉപയോഗമുള്ള വസ്തുവായിട്ട് മാറും. അത് മൊബൈലായാലും ശരി, എന്ത് തന്നെയായിരുന്നാലും ശരി. അച്ഛനിവിടെ പറയാനായിട്ട് ശ്രമിച്ച ഒരു സംഗതി, ഭക്ഷണം കഴിക്കുമ്പോൾ നിവൃത്തിയുള്ളിടത്തോളം നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിക്കണം. അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞത്, ഭക്ഷണം നമ്മൾ രസിച്ച് കഴിക്കണം, ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി അങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആ ഭക്ഷണത്തെ സാംശീകരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് പ്രതികരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബോഡി അതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിത് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിവൃത്തിയുള്ളിടത്തോളം TV കാണരുതെന്നല്ല പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV കണ്ടാൽ അതിൻ്റേതായിട്ടുള്ള ചില തകരാറുകൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് പറഞ്ഞത്. മൊബൈൽ ദോഷമാണെന്നല്ല പറഞ്ഞത്. മൊബൈൽ നമ്മളെ ഭരിക്കാനിടയാകുമ്പോൾ അത് ദോഷമായിട്ട് മാറാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്
പണ്ടുണ്ടായിരുന്ന ആ ഓർഡറുകൾ ഇന്ന് അത് പലതും ഡിസോർഡറായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ആ ഓർഡറിൽ നിന്ന് മാറ്റമുണ്ടാകുകയും ആ മാറ്റങ്ങൾ പല രീതിയിൽ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചർച്ചയിൽ നമ്മൾ എടുത്തു പറഞ്ഞൊരു സംഗതി, പണ്ടുണ്ടായിരുന്ന അതേ രീതി ഇന്ന് നമുക്ക് തുടരാൻ ഒക്കുകയില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്ത് 6 മണി 7 മണി ആകുമ്പോൾ വിളക്കണച്ചേച്ച് കിടക്കുമായിരുന്നു. ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ 11 മണി 12 മണി വരെയൊക്കെ ചിലപ്പം നമ്മൾ ഇരുന്നു എന്ന് വരാം. അത് നമ്മുടെ കൺവീനിയൻസിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. മാത്രമല്ല അതിൻ്റെ ഉപയോഗവും നമുക്കുണ്ട്. അതുകൊണ്ട് അന്ന് കിടന്നുറങ്ങിയതുപോലെ ഇന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അന്ന് കഴിച്ചതുപോലെ ഭക്ഷണം ഇന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അന്നത്തെ രീതി ഇന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഓർഡറുകൾ, മറ്റെല്ലാവരും ഡിസോർഡർ എന്ന് പറഞ്ഞേക്കാം, എന്നാൽ ആ ഓർഡറുകൾ ഇത് നമുക്ക് എത്ര സഹായകരമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്നു എന്ന് വരികിൽ, നമ്മുടെ ചർച്ചയിൽ നമ്മൾ എടുത്തു പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഊന്നി പറഞ്ഞു. ഒന്ന്, ഇത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കാൻ ഇടയാകും, വീട്ടിലുള്ളവർ തമ്മിലുള്ള കൂട്ടായ്മയെ ബാധിക്കാൻ ഇടയാകും, ആ പരസ്പരമുള്ള കരുതലിനെ ബാധിക്കാൻ ഇടയാകും, നമ്മളെ തന്നെ സെൽഫിഷ് ആക്കി മാറ്റും. ഇങ്ങനെയുള്ള പല സംഗതികൾ ഈ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരികിൽ അതിനെയും എങ്ങനെയാണ് നമ്മൾ ഡീല് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ചർച്ചയിൽ കൂടെ നമുക്ക് വെളിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഓർഡറിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടോ എങ്കിൽ അതിനെ എങ്ങനെ ഒരു ഓർഡറാക്കി മാറ്റാം, അത് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ആക്കി തീർക്കാം, ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. എന്നാൽ ഇതിൻ്റെ ചർച്ച തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നിർത്തുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച് എല്ലാറ്റിനെയും ഒരു ഓർഡറിൽ ആക്കി. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിയാൽ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, എല്ലാറ്റിനെയും നമ്മൾ നോക്കിയാൽ എല്ലാറ്റിനും ഒരു ഓർഡറുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ അല്പം മാറ്റം വന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനും ഒരു ഓർഡർ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെയും നമ്മുടെ മറ്റ് രീതിയിലുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിപ്പാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ദൈവം ഒരു ക്രമം സൃഷ്ടിച്ചു എന്ന് വരികിൽ ആ ക്രമം മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. വിവാഹിതരാകുവാൻ താല്പര്യമില്ല എന്ന് ഇന്ന് പറയുന്ന യുവജനങ്ങളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. ഇന്നത്തെ കാലത്ത് കുടുംബ പ്രശ്നങ്ങൾ അല്ല ഏറ്റവും വലിയ പ്രശ്നം, കുടുംബം വേണ്ട എന്നുള്ളതാണ്. അച്ഛാ, അതൊരു കുഴപ്പമാണോ ആക്ച്വലി? ഇപ്പൊ എനിക്കൊരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വയമായ ഒരു താല്പര്യമാണ്. എനിക്ക് താല്പര്യമില്ല. ഒരു കുടുംബത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മനുഷ്യന് കൊടുത്തതാരാ? അച്ഛാ, ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് അദ്ദേഹം വലിയ പാപിയായിട്ട് തീരുന്നോ? ഒരിക്കലും ചെയ്ത തെറ്റുമല്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും യുവജനങ്ങൾ അങ്ങ് തീരുമാനിക്കുക, എനിക്ക് കുടുംബജീവിതം വേണ്ട, എന്നാ സംഭവിക്കും? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.